അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ മുബ്ദിഇൽ മുഈദ് അൽ ഗനിയ്യിൽ ഹമീദ് ദിൽ അഫ്വിൽ വാസിഇ വൽ ഇഖാബിശ് ശദീദ് മൻ ഹദാഹു ഫഹുവ സഈദുസ് സദീദ് വമൻ അദല്ലഹു ഫഹുവ ത്വരീദുൽ ബഈദ് വമൻ അർഷദഹു ഇലാ സുബുലിൻ നജാതി വവഫഖഹു ഫഹുവ റഷീദ് അഹ്മദുഹു വഹുവ അഹ്ലുൽ ഹംദി വത്തഹ്മീദ് വഅശ്കുറുഹു വശുക്രു ലദൈഹി മിൻ അസ്ബാബിൽ മസീദ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, സച്ചരിതരായ നമ്മുടെ സലഫുകൾ ഖുർആനുമായി എങ്ങനെയായിരുന്നു എന്ന വിഷയത്തിൽ ഏതാനും വിഷയങ്ങളാണ് ഈ ഒരു വേദി എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. ആ ഒരു വിഷയം നന്നായി ബോധ്യപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിൽ സ്വാധീനിപ്പിക്കുന്ന ഒരു ചരിത്രം വിശിഷ്യ ഈ നാളുകളിൽ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും. അന്ന് വിശുദ്ധ മദീന വികാരഭരിതമായി. വിവേകികൾ പോലും വികാരത്തിനടിപ്പെട്ട് പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. റബീഉൽ അവ്വൽ പിറക്കൊണ്ട ഹിജ്റയുടെ 11-ാം വർഷത്തിൽ ആ തിങ്കളാഴ്ച അന്നായിരുന്നു ഈ വികാരപ്രകടനം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ തിരുവിയോഗത്തിൻ്റെയും വേർപാടിൻ്റെയും വേദനിക്കുന്ന കാഴ്ചകൾ, അവരുടെ നോവേറുന്ന അനുഭവങ്ങൾ അവരുടെ മാറിലും മടിയിലുമായി കിടന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്നോതി അല്ലാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതങ്ങളിൽ അർ റഫീഖുൽ ആലയിൽ തന്നെ എത്തിക്കുവാൻ അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ ആല. അല്ലാഹുവേ, എന്നോട് പൊറുക്കണമേ, എന്നിൽ കരുണ കനിയണമേ, അർ റഫീഖുൽ ആലയിലേക്ക് എന്നെ ചേർക്കണമേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ നിശ്വാസത്തിലേക്ക് അടുക്കുമ്പോൾ തിരുദൂതരുടെ അധരങ്ങൾ ചലിക്കുന്നു, നേരിയ ശബ്ദം പുറത്തു വരുന്നു. അതെന്തെന്ന് അറിയാൻ മഹദി ആയിഷ തൻ്റെ കാത് തിരുദൂതരിലേക്ക് ചേർത്ത് വെക്കുന്നു.
അവർ തിരുദൂതരുടെ കൈ പിടിച്ച് ആ കൈകൊണ്ട് തിരുദൂതരെ തടവിക്കൊണ്ടിരുന്നു. അദ്ഹി ബിൽ ബഅസ് റബ്ബന്നാസ് എന്ന ദുആ തിരുദൂതർ എപ്പോഴും ദുആ ചെയ്ത് കൈകൊണ്ട് തടവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദുആ മഹദി ചൊല്ലി തിരുദൂതരുടെ കൈകളിൽ അവർ അത് ഊതി തിരുദൂതരുടെ നെഞ്ച് തടവുകയായിരുന്നു. മഹദി പറയുകയാണ്, പെട്ടെന്ന് തിരുദൂതർ നസഅയദഹു മിൻ യദി, എൻ്റെ കയ്യിൽ നിന്ന് അവിടുത്തെ കൈ വലിച്ചൂരി വിരൽ മാനത്തേക്ക് ഉയർത്തി ദൃഷ്ടി മാനത്തേക്ക് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതാവസാനത്തിലേക്ക് അടുക്കുന്ന സമയം മഹദി പറയുകയാണ്, ഫമാല റഅ്സുഹു നഹ്വ റഅ്സി, എൻ്റെ തലക്ക് നേരെ തിരുദൂതരുടെ തല ചാഞ്ഞു വന്നു. ഫദനന്തു അന്നഹു യുരീദു മിന്നി ശൈഅൻ, എന്നിൽ നിന്ന് തിരുദൂതരെന്തോ ഉദ്ദേശിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. ഭർത്താവിൻ്റെ തല ഭാര്യയുടെ തലക്ക് നേരെ ചാഞ്ഞു വരുമ്പോൾ എന്താണ് വിചാരിക്കപ്പെടുക? അത് തന്നെയാണ് മഹദി വിചാരിച്ചത്. പക്ഷേ മഹദി പറയുകയാണ്, ഫഖറജത് മിൻഹു നുത്ഫത്തുൻ ബാരിദത്തുൻ, തിരുദൂതരുടെ ഫഖറജത് മിൻ ഫീഹി നുത്ബത്തുൻ ബാരിദത്തുൻ, ഒരു തണുത്ത ഉമിനീർത്തുള്ളി തിരുദൂതരുടെ വായിൽ നിന്ന് തെറിച്ചു. വവഖഅത് അലാ സുഗ്റതി നഹ്രി, അതിൻ്റെ മാറിൽ വീണു. ഫഖ്ശഅറ ലഹാ ജിൽദി, അതോടുകൂടി എൻ്റെ തൊലിപ്പുറം കോൾമേർ കൊണ്ടു. മഹദി വിചാരിച്ചത് തിരുദൂതരുടെ നിശ്വാസങ്ങൾ ഇനിയും ശേഷിക്കുന്നു എന്നാണ്. പക്ഷേ മഹദി പറയുകയാണ്, അതോടുകൂടി തിരുദൂതർ മരണപ്പെടുകയായിരുന്നു. ഫസജ്ജൈതുഹു ബിസൗബിൻ, അങ്ങനെ ഞാൻ തിരുദൂതരെ ഒരു വസ്ത്രമിട്ട് മൂടി. മഹദി പറയുകയാണ്, ഫജാഅ ഉമറു വൽ മുഗീറത്തു ബിനു ശുഅബ, ഉമറും മുഗീറത്ത് ബിനു ശുഅബയും വന്നു. ഫസ്തഅദന, അവരിരുവരും എന്നോട് സമ്മതം ചോദിച്ചു. ഫഅദിൻതു ലഹുമ, അവർക്ക് ഞാൻ അനുവാദം നൽകി. അങ്ങനെ മുഗീറയും ഉമറും റളിയല്ലാഹു അൻഹുമ വസ്ത്രമിട്ട് മൂടപ്പെട്ട തിരുദൂതരുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഉമർ തിരുദൂതരെ കണ്ടപ്പോൾ വാ ഖശിയാ മാ അശദ്ദ ഖശി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരുടെ ആ കിടത്തം കണ്ട് നല്ല ബോധക്ഷയമേറ്റാണ് എന്ന് വിലയിരുത്തി വിധിച്ച് അദ്ദേഹം അങ്ങനെ പരിഭവപ്പെട്ടു. വാ ഖശിയാ മാ അശദ്ദ ഖശി റസൂലില്ലാ. പക്ഷേ തിരുദൂതരോടൊപ്പം മുഗീറയുണ്ട്. അദ്ദേഹം തിരുദൂതരുടെ കിടപ്പ് കണ്ട് വായിച്ചത് മറ്റൊരു നിലക്കാണ്. അത് മഹദി പറയുന്നത്, ഫലമ്മ ഖാമ വഖറുബ മിനൽ ബാബ്, ഇരുവരും എഴുന്നേറ്റ് വാതിലിനോടടുത്തപ്പോൾ മുഗീറ പറഞ്ഞു, യാ ഉമറു മാത റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ, തിരുദൂതർ വഫാത്തായിരിക്കുന്നു. ഉമർ അതോടെ തൻ്റെ വികാരത്തിന് വഴിമാറി. ബൽ കദബ്ത്, താങ്കൾ പറഞ്ഞത് കള്ളമാണ്. ഇന്നക റജുലുൻ തഹൂസുക ഫിത്ന, കുഴപ്പം ഉള്ളിലൊതുക്കുന്ന മനുഷ്യനാണ് നീ, താങ്കൾ. ലാ യമൂതു റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ വഫാത്താവുകയില്ല. ഹത്താ യുഹ്ലിക അല്ലാഹുൽ മുനാഫിഖീൻ, കപടന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുന്നത് വരെ. ആ കപടപ്രയോഗമൊക്കെ തിരുദൂതർ വഫാത്തായിരിക്കുന്നു എന്ന് പറഞ്ഞ മുഗീറയോടുള്ള ഉമറിൻ്റെ വിക്ഷോഭമാണ്, വികാരപ്രകടനമാണ്. യഥാർത്ഥത്തിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിടപ്പിൽ വഫാത്തായിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു മുഗീറ പറഞ്ഞ മാത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനെ പുരസ്കരിച്ച് ആളുകളോട് സംസാരിക്കുകയാണ്.
അർസലല്ലാഹു ഇലൈഹി കമാ അർസല ഇലാ മൂസ ഫമക്കസ ഇൻദഹു 40 ലൈല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിട്ടില്ല, വഫാത്തായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ച് വരുത്തി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷം അള്ളാഹുവിങ്കൽ താമസിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇത് ആളുകളിൽ വിഷയമുണ്ടാക്കി. ആളുകൾ മസ്ജിദ് നബവിയിലേക്ക് തടിച്ചുകൂടി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് വരുന്നത്. അദ്ദേഹം മദീനയിലെ അവാലിയിൽ സുൻഹ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ഭാര്യ വീട്ടിലായിരുന്നു. ഹബീബ ബിൻത് ഖാരിജ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അപ്പോഴാണ് വരുന്നത്. അതേ മസ്ജിദിൽ കയറി പിന്നെ ഹുജറയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ കാന മുസജ്ജൻ ബി ബുർദത്തിൻ ഹബിറ, ഒരു വരയുള്ള പുതപ്പിനാൽ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. തിരുദൂതരുടെ മുഖത്തു നിന്ന് കശഫൽ ബുർദത്തൻ വജിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു വിരിനീക്കി തിരുദൂതരുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തേക്ക് വീണു. വബക, അദ്ദേഹം കരഞ്ഞു. ഫഖബ്ബല ബൈന ഐനൈ, ഇരു കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, വാ നബിയാ. സുമ്മ റഫഅ റഅസഹു, വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു തല ഉയർത്തി. സുമ്മ ഹദറ ഫാഹു നഹ്വ ജബ്ഹതിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ടാമതൊരു ഉമ്മ തിരുനെറ്റിയിൽ നൽകിയിട്ട് വാ സഫിയ്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പരിഭവപ്പെട്ടു. പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി തിരുദൂതരുടെ തലയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖമമർത്തി വാ ഖലീല എന്ന് തൻ്റെ വേദന പറഞ്ഞു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടുതൽ വികാരപ്പെടുകയാണ്. തിരുദൂതരുടെ അടുക്കൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ കതബല്ലാഹു അലൈക മൗതതൈനി അബദൻ, അമ്മൽ മൗതത്തുല്ലതി കതബല്ലാഹു അലൈക ഫഖദ് മിത്തഹ. തിരുദൂതരെ, അള്ളാഹു നിങ്ങൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല. ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹു വിധിച്ച മരണം അതങ്ങ് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പ്രാസംഗികനായി ജനങ്ങളെല്ലാവരും മസ്ജിദുൻ നബവിയിൽ വികാരഭരിതമായി ഉമറിൻ്റെ ചുറ്റും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ യമൂതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഖ്തഅ അല്ലാഹ് അർജുല റിജാലിൻ വ അൽസിനതഹും യഖൂലൂന മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുദൂതർ ഒരിക്കലും വഫാത്താവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുദൂതർ വഫാത്തായി എന്ന് പറയുന്നവരുടെ കാലുകളും നാവുകളും കൊത്തുന്നത് വരെ, ഛേദിക്കുന്നത് വരെ എന്നൊക്കെ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദിലേക്ക് വരുമ്പോൾ ഉമർ ആളുകളോട് വികാരപൂർവ്വം പറയുന്നത് ഇങ്ങനെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഉമറിനോട്, അയ്യുഹൽ മുതക്കല്ലിം അലാ റിസ്ലിക് ഇജ്ലിസ്, സംസാരിച്ച് നിൽക്കുന്ന ഉമർ ഇരിക്കൂ, അവധാനത കാണിക്കൂ. പക്ഷേ ഉമറിന് കൂട്ടാക്കുന്നില്ല, വഴങ്ങുന്നില്ല. ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂട്ടാക്കുന്നില്ല, വഴങ്ങുന്നില്ല. ആവർത്തിച്ച് പറഞ്ഞിട്ട് വഴങ്ങുന്നില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വികാരത്തിൽ വ്രണപ്പെട്ട് വർത്തിക്കുന്ന ഉമറിനെയും ചുറ്റുമുള്ളവരെയും ഒക്കെ അടക്കാനും ഒതുക്കാനും പിന്നീട് ഹംദ് ചൊല്ലി പ്രാസംഗികനായി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹംദ് ചൊല്ലി പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ആളുകളെല്ലാം ഉമറിനെ വിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വന്നു. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗം, മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന മിൻകും യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ഈ ഒരു ആമുഖത്തെ തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ
ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജ്സില്ലാഹു ശാകിരീൻ. ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് തിരുദൂതനാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, റസൂൽമാർ മുമ്പും കടന്നു പോയിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതിൽ ഇൻഖലബ്തും അലാ അഖാബികും. തിരുദൂതരുടെ വേർപാട് മരണത്തിലൂടെ അല്ലെങ്കിൽ വധത്തിലൂടെ ഉണ്ടായി. അതിനാൽ നിങ്ങൾ ദീനിൽ നിന്ന് മടങ്ങുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ. ആരെങ്കിലും ദീനിൽ നിന്ന് പരിത്യാഗികളാകുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് ഒരു ദ്രോഹവും ഏൽപ്പിക്കുകയില്ല. വസയജ്സില്ലാഹു ശാകിരീൻ. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം മഹനീയമാക്കും എന്ന അർത്ഥത്തിൽ ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓതിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി ലകഅന്ന അന്നാസ് ലാ യഅലമൂനൽ ആയ ഇല്ലാ ലമ്മാ തലാഹ അബൂബക്കർ. ഈ ആയത്ത് ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓതിയപ്പോൾ ആദ്യമായി കേട്ടതുപോലെയായിരുന്നു. പക്ഷേ ഈ ആയത്ത് കേട്ടതോടുകൂടി ആളുകളെല്ലാവരും ഈ ആയത്ത് ഓതി തുടങ്ങി. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ ആയത്ത് ഉമർ അബൂബക്കർ കേട്ടതോടുകൂടി അഖർതു അല്ലെങ്കിൽ ഉഖീർതു, ഞാൻ തളർന്നു, തകർന്നു. ഫമാ തുഖില്ലുനി റിജ്ലായി, പിന്നെ എൻ്റെ കാലുകൾക്ക് എന്നെ താങ്ങാനാകുന്നില്ല. ഹത്ത അഹ്വൈതു അലൽ അർദ്, ഞാൻ ഭൂമിയിലേക്ക് മറിഞ്ഞു വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോൾ എന്നാണ് ഉമർ പറയുന്നത്. നശജന്നാസു കുല്ലുഹും, അതോടുകൂടി ജനങ്ങളെല്ലാവരും കരയാൻ തുടങ്ങി. കാരണം ഈ ആയത്ത് ഓതി വിധി പറഞ്ഞപ്പോഴാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എന്നത് ആളുകൾ അംഗീകരിച്ചത്. വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടും പരിസരവും മസ്ജിദുൻ നബവിയും ഏറ്റവും വികാരഭരിതമായി വിഷമതയിൽ കഴിഞ്ഞ ഒരു സന്ദർഭം. ഉമറിനെ പോലുള്ളവർ അവരുടെ വികാരപ്രകടനം ഏറ്റവും കടുത്ത ഭാഷയിൽ നിർവഹിച്ച ഈ ഒരു സമയം അവരെ ഒതുക്കാൻ, വികാരത്തിൽ പെരുമാറുന്നവരെ വിവേകത്തിലേക്ക് കൊണ്ടുവരാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രയോഗിച്ച ആ ആയുധം അത് വിശുദ്ധ ഖുർആനിലെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന് തുടങ്ങുന്ന ഈ ആയത്താണ്. ചില നിവേദനങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും ഓതി എന്നുണ്ട്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. തിരുദൂതർക്ക് വഫാത്തുണ്ട് എന്നതിലേക്ക് സൂചനയുള്ള ആയത്താണിത്. മറ്റു ചില നിവേദനങ്ങളിൽ ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നിങ്ങൾക്ക് മരണമുണ്ട്, ആളുകൾക്കും മരണമുണ്ട് എന്ന ആശയം ദ്യോതിപ്പിക്കുന്ന വചനമാണ്. ഈ മൂന്നായത്തുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓതിയപ്പോൾ അതിനു മുന്നിൽ ആളുകൾ ഒതുങ്ങി തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ചു. തിരുദൂതരുടെ വഫാത്ത് സ്ഥിരീകരിക്കുന്നതിൽ അഭിപ്രായ ഐക്യമുണ്ടായി. വിവേകം വികാരത്തെ അകറ്റി മടങ്ങി. ഇതൊക്കെ നമ്മൾ വായിക്കുകയാണ്. അന്നാളിൽ അതിനെ തുടർന്ന് ഫാത്തിമ യാ അബതാ അജാബ റബ്ബൻ ദഅ യാ അബതാ ഇലാ ജിബ്രീല നൻആ യാ അബതാ ഇലാ ജന്നത്തിൽ ഫിർദൗസി മഅവാ യാ അബതാ മിൻ റബ്ബിഹി മാ അദ്നാ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ വിളിച്ചറിയിക്കുന്ന അവസ്ഥ വന്നു. റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ജിബ്രീലിനോട് ഉപ്പയുടെ മരണവാർത്ത ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി വഹയുമായി ജിബ്രീൽ തിരുദൂതരെ തേടി വരാൻ ഇവിടെയില്ല. യാ അബതാ ഇലാ ജന്നത്തിൽ ഫിർദൗസി മഅവാ
ഉപ്പയുടെ മഅവയായ ജന്നത്തുൽ ഫിർദൗസിലേക്ക് യാത്രയായി. യാ അബതാ മിൻ റബ്ബിഹി മാ അദ്നാ, ഉപ്പ റബ്ബിനോട് എത്ര അടുത്തു. ഇതൊക്കെയാണ് തിരുദൂതരുടെ വഫാത്തിൻ്റെ വിവരം പിന്നീട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഈ ഒരു ചരിത്രം, വിശുദ്ധ മദീനയുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ റബീഉൽ അവ്വൽ പിറന്ന് ഇത് സംഭവിച്ച ആ തിങ്കളാഴ്ച ദിവസത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു ചരിത്രമാണ്. അന്നേ ദിവസത്തിൻ്റെ ചരിത്രങ്ങൾ ഏറെ വിഷയങ്ങളുള്ള വിവരങ്ങൾ നമ്മളോട് പറയുന്ന ചരിത്രവുമാണ്. പക്ഷേ അന്ന് മദീന കരഞ്ഞ, അവിടുത്തെ സന്തോഷം സന്താപത്തിന് വഴിമാറിയ, അവരുടെയൊക്കെ നിയന്ത്രണം അണപൊട്ടി മദീനക്കാരെല്ലാവരും ഫനശജന്നാസു യബ്കൂൻ, എല്ലാവരും വേദനയിൽ കരഞ്ഞ ആ വിശുദ്ധ മദീനയുടെ ചരിത്രം ഭൂരിപക്ഷം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് അന്യമായതുപോലെയാണ്. കാരണം അന്ന് കരഞ്ഞ മദീനയെ സാക്ഷിയാക്കി ആ ചരിത്രമൊക്കെ സാക്ഷ്യമായി ഉണ്ടായിരിക്കെ അതേ ദിവസമാണ് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ദിവസമായി പരിണമിച്ചത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വിഷയം പൂർവസൂരികൾ, സലഫുകൾ വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു നല്ല പ്രതികരണം, അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. മദീന ഏറ്റവും വേദനിച്ച, വികാരത്തിനടിപ്പെട്ട വിഷമതയിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്ന സമയം എല്ലാവരെയും അടക്കുവാൻ, ഒതുക്കുവാൻ, ഐക്യപ്പെടുത്തുവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 3 ആയത്തുകൾ ഓതിയപ്പോൾ ആ ആയത്തുകളുടെ പൊരുളെന്ത് എന്നവരറിഞ്ഞു, അതിൻ്റെ വിധി എന്ത് എന്നവർക്ക് ബോധ്യപ്പെട്ടു, അതിൻ്റെ തേട്ടമെന്ത് എന്നത് മനസ്സിലാക്കി തിരുദൂതരുടെ വഫാത്തിനെ സ്ഥിരീകരിച്ച് പെരുമാറിയ മദീന നിവാസികളെല്ലാവരും. എന്തുകൊണ്ടിത് സാധ്യമായി? വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കുകയും പാരായണം ചെയ്യേണ്ടതുപോലെയുള്ള പാരായണം അവർ നിർവഹിക്കുകയും ചെയ്തതിനാലാണ് അവർ വിശുദ്ധ ഖുർആനാൽ സ്വാധീനിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ അവരിൽ മാറ്റവും പരിവർത്തനവും ഉണ്ടാക്കിയത് എന്നതാണ് നമ്മളിവിടെ ഇതിൽ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ കാര്യക്ഷമത, തികഞ്ഞ ശ്രദ്ധ, അതിൽ സ്വാധീനിക്കുന്നതിൽ അവരുടെ ആവേശം, ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന ചരിത്രങ്ങൾ ധാരാളമാണ്. ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാവിൻ്റെ മികവിലും നിറവിലും പുലരുവോളം കരഞ്ഞോതിയ ആയത്തിന് നമ്മളിവിടെ കേട്ടു. ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക് വ ഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന മഹൽ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചോതുന്നു, അതിൽ സ്വാധീനിക്കപ്പെടുന്നു. ആ പാരായണം വിട്ടുകിടക്കുന്നില്ല ഫജ്ർ ഉദിക്കുവോളം. ഇവിടെ നമ്മൾ നേരത്തെ സഹോദരൻ ഉണർത്തിയത് കേട്ടു. സൂറത്ത് ആലി ഇംറാനിലെ 10 വചനങ്ങൾ, 10 ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഉണർത്തി അവതരിപ്പിച്ച 10 വചനങ്ങൾ അത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു രാവ് കഴിച്ചു കൂട്ടിയതിനെ ഉമ്മുൽ മുഅ്മിനീൻ ഉദ്ധരിക്കുന്നത്. തിരുദൂതർ അതിൽ സ്വാധീനിക്കപ്പെട്ട് കരഞ്ഞു. ഹത്താ ബല്ല ലിഹിയതഹു, അവിടുത്തെ താടി നനഞ്ഞൊലിച്ചു. പിന്നെയും തിരുദൂതർ ഓതി കരഞ്ഞു. ഹത്താ ബല്ല ഹിജ്റഹു, അവിടുത്തെ മടി നനഞ്ഞു, കണ്ണീർ തുള്ളികൾ ഒലിച്ചിറങ്ങിയിട്ട്. പിന്നെയും തിരുദൂതർ ഓതി ആ വചനങ്ങൾ 10 തിരുദൂതർ കരഞ്ഞു. ഹത്താ ബല്ല അത്തുറാബ്, തിരുദൂതർ കരഞ്ഞ് മണ്ണ് നനഞ്ഞു എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോഴാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ബാങ്ക് കൊടുക്കാനുള്ള സമ്മതം ചോദിച്ചിട്ട്
അവിടേക്ക് ആഗതമായത് എന്ന് മഹദി പറയുമ്പോൾ, ഈ തിരുദൂതർ ജീവിച്ച നാളിൽ എങ്ങനെയാണ് ഖുർആൻ അവിടുന്ന് പഠിച്ചത്, ഗ്രഹിച്ചത്, ഉൾക്കൊണ്ടത്? അത് നന്നായി വായിക്കാൻ നമുക്ക് മതിയായ പ്രമാണമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയതിനെക്കുറിച്ച് മഹദി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ എന്ന ആയത്ത് സൂറത്ത് അഹ്സാബിൽ അവതീർണമായി. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് അഹ്ലൽ ബൈത്ത്, നബി കുടുംബമേ, നിങ്ങളിൽ നിന്ന് തെറ്റുകളെ, കുറ്റങ്ങളെ ഒഴിവാക്കാൻ, ദൂരപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. വയുതഹിറകും തത്ഹീറ, നിങ്ങളെ നന്നായി വിശുദ്ധപ്പെടുത്താനും. ഈ ആശയത്തിൽ ആയത്തിറങ്ങിയപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു ഉമ്മു സലമ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഹുജറയിലായിരുന്നു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നു. അവരുടെ കയ്യിലൊരു ബുർമയുണ്ട്. ആ ബുർമയിൽ ഖസീറയുണ്ട്. ബുർമ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മരത്തിൻ്റെ പാത്രം, ഖസീറ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രത്യേക തരം ഭക്ഷണ വസ്തു, സൂപ്പ് പോലെ കുറുകിയ ഒരു തരം ഭക്ഷണം. അതായിട്ടാണ് ഫാത്തിമ വന്നത്. ഫാത്തിമ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജറയിലുണ്ട്. അവിടേക്ക് അവർ കടന്നു വന്നു. ഈ ഭക്ഷണം കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്ഉ ലി സൗജക്കി വബ്നൈക്, ഫാത്തിമ, ഭർത്താവ് അലിയെ വിളിക്കൂ, നിങ്ങളുടെ മക്കൾ രണ്ടുപേരെയും വിളിക്കൂ. അങ്ങനെ അലി വന്നു, ഹസനും ഹുസൈനും വന്നു റളിയല്ലാഹു അൻഹുമ. അങ്ങനെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ പറയുകയാണ്, എൻ്റെ ഹുജറയിലാണ്, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹുജറയിൽ. തിരുദൂതർ ബൈത്തിലാണ് ഇരിക്കുന്നത്. ഹുജറ എന്ന് പറഞ്ഞെങ്കിൽ മറച്ചു കെട്ടിയ മുറ്റം, ബൈത്ത് എന്ന് പറഞ്ഞാൽ അറ. തിരുദൂതർ അവിടെ ഇരിക്കുന്നത്. ഫാത്തിമയും അലിയും ഹസനും ഹുസൈനും അവർ ഈ ഖസീറ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹുജറയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദി പറയാണ്, ഫജല്ലലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികിസാഇൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെയും അലിയിനെയും ഹസനെയും ഹുസൈനെയും ഒരു വസ്ത്രമെടുത്തിട്ട് അതിൽ ഇങ്ങനെ പൊതിഞ്ഞുകൂട്ടി. എന്നിട്ട് തിരുദൂതർ ഫഅൽവ ബിയദിഹി ഇലസ്സമ, ആ വിരിയിൽ നിന്ന്, തിരുദൂതരും ആ വിരിക്കുള്ളിലാണ് ഇവരെല്ലാവരും, വിരൽ പുറത്തിട്ടിട്ട് മാനത്തേക്ക് ഇങ്ങനെ ഉയർത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അവതരിച്ച ആയത്തിൻ്റെ പൊരുളും ഉള്ളടക്കവും ഉൾക്കൊണ്ട് തിരുദൂതർ ചെയ്യുന്നത് എന്താ? അല്ലാഹുമ്മ ഹഉലായി അഹ്ലു ബൈതി വഖാസതി അദ്ഹിബ് അൻഹുമുർ റിജ്സ് വതഹിറുഹും തത്ഹീറ എന്നാണ്. അല്ലാഹുവേ, ഇവർ അഹ്ലു ബൈത്തി, എൻ്റെ അഹ്ലു ബൈത്താണ്, വഖാസത്തി, എൻ്റെ പ്രത്യേകക്കാരാണ്. അതുകൊണ്ട് അദ്ഹിബ് അൻഹുമുർ റിജ്സ്, ഇവരിൽ നിന്ന് നീ കുറ്റങ്ങളെ, പാപങ്ങളെ പോക്കേണമേ. വതഹീറുഹും തത്ഹീറ, ഇവരെ നന്നായി നീ പരിശുദ്ധപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒരു പുതപ്പിൽ കൂട്ടി അവർക്ക് വേണ്ടിയിട്ട് 3 തവണ ദുആ ചെയ്തു എന്നാണ്. ഈ ദുആ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു എന്നാണ്. മഹദി ഉമ്മി സലമ പറയുന്നുണ്ട്, ഞാൻ ബൈത്തിലേക്ക് ഇങ്ങനെ തലയിട്ടിട്ട് പറഞ്ഞു, അന മഅകും യാ റസൂലല്ലാഹ്, തിരുദൂതരെ, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നക്കി അലാ ഖൈരിൻ ഇന്നക്കി ഇലാ ഖൈരിൻ, നിങ്ങൾ വലിയ നന്മയിലാണുള്ളത്, ആ നന്മയിലേക്കാണ് നിങ്ങളുടെ പ്രയാണവും. തിരുദൂതർ മഹദിയെ ആ പുതപ്പിലേക്ക് വിളിച്ചില്ല. കാരണം ആ വിരിപ്പിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു മഹദിയെ സംബന്ധിച്ചിടത്തോളം അന്യനാണല്ലോ. അതുകൊണ്ടാണ് ഈ 4 പേരുള്ള ഈ പുതയിലേക്ക് മഹദി ഉമ്മു സലമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കാതിരുന്നത് എന്ന് ചരിത്രം. ഇവിടെ ഒരായത്തിറങ്ങിയപ്പോൾ ആ ആയത്തിൽ സ്വാധീനിക്കപ്പെട്ട് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം നോക്കൂ നിങ്ങൾ. എന്താണ് ഈ അവതരിച്ചത്, ഇത് അറിയിക്കുന്നതും തേടുന്നതും എന്ത് എന്നത് ഉൾക്കൊണ്ടതിനാൽ അവിടുത്തെ മഹിത മാതൃകയാണ്.
ആ രീതിയിൽ പഠിച്ചു സഹാബത്ത്. അതിനാലാണ് നമ്മൾ സഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത മഹിത മാതൃകകൾ ഇത്തരം വിഷയങ്ങളിൽ വായിക്കുന്നത്. ഗസ്വത്തു ദാത്തുർ റിഖാ യുദ്ധം, അതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കുറേ ചരിത്രങ്ങൾ പ്രത്യേകം വായിക്കും. അതിലും ദാത്തുർ റിഖാ അബൂ സഈദ് അൽ ഖുദ്രി പറയുകയാണ്, ഖറജന മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു സിത്തത്തു നഫർ, ഞങ്ങൾ 6 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പുറപ്പെട്ടു. ഫി ഗസ്വത്തിൻ, ഒരു യുദ്ധത്തിന്. അലാ ബഈരിൻ, 6 പേർക്ക് ഒരൊട്ടകം. നതഅക്കബു അലാ ബഈരി എന്നാണ്. ആ ഒട്ടകത്തിൽ ഊഴമനുസരിച്ചായിരുന്നു ഞങ്ങൾ സവാരി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് കാൽമടമ്പുകളൊക്കെ പൊട്ടിപ്പോയി. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ തനാസറത്ത് അസാബിഇ എന്നാണ്, അവാഫിരി, വിരലുകൾ കൊഴിഞ്ഞുപോയി എന്നാണ്. അതുകൊണ്ട് തന്നെ കുന്ന നെലുഫുൽ ഖിറഖ് അലൽ അർജുൽ, ഞങ്ങൾ ശീല കൊണ്ട് കാല് പൊതിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യാത്ര പോയത്. കാരണം മടമ്പ് പൊട്ടി വിരലുകൾ കൊഴിഞ്ഞു വീണു ഈ മരുഭൂമിയിലൂടെ ഈ യാത്രയിൽ. അപ്പോൾ ഖിറക്ക്, ശീല കെട്ടിയിട്ട് കാല് ഭദ്രാക്കിയിട്ടാണ് നടന്നത്. അതുകൊണ്ടാണ് ആ യുദ്ധത്തിന് ദാത്തുർ റിഖാ എന്ന് പേര്. ഹദീസിൽ കാണാം, ലിദാ സുമ്മിയത് ദാത്തുർ റിഖാ എന്ന്. യുദ്ധത്തിന് ആ പേരിട്ടാൻ കാരണം അതുകൊണ്ടാണ്. ഞാനത് പറഞ്ഞത് എന്താണ്, അത്രയും ക്ലേശപൂർണ്ണമായൊരു യാത്ര. ആ യാത്രയിൽ നടന്ന ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തോടൊപ്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ഒരു മലഞ്ചെരുവിൽ 2 മലകൾക്കിടയിൽ ഒരു ഭാഗത്തേക്ക് മാറി. അത് മടക്ക യാത്രയിലാണ്. അപ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, മൻ യക്ലഉന ലൈല, ഈ രാത്രി ആരാണ് കാവൽ നിൽക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഹാബികൾ. യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. ശത്രുക്കളുടെ പ്രത്യാക്രമണം എപ്പോഴും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, മൻ യക്ലഉന ഹാദിഹിൽ ലൈല, ഈ രാത്രി ആരാണെന്ന് കാവൽ നിൽക്കുക? ഫൻതദബലഹു മുഹാജിറുൻ വ അൻസാരി, ഒരു മുഹാജിറും ഒരു അൻസാരിയും ആ കാവൽ നിൽക്കാൻ തയ്യാറായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഖൂമ ബിഫമിൽ ശഅബ്, ഈ മലഞ്ചെരുവിൻ്റെ വായുമുഖത്ത് നിങ്ങൾ 2 കാവൽ നിൽക്കണം. അതിന് ഉള്ളിലേക്ക് പോയിട്ടാണ് വിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വായുമുഖത്ത് നിങ്ങൾ 2 കാവൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കാവൽ നിൽക്കണം. എങ്ങനെ? ഖാമൽ അൻസാരി വൽതജ അൽ മുഹാജിറു, അൻസാരി നിസ്കരിക്കാൻ നിന്നു, മുഹാജിറിനെ കിടത്തി. ഇവർ 2 കാവൽ നിൽക്കുന്ന ആളുകളാണ്. ഒരാൾ ഉണർന്നിരിക്കുക, ഒരാൾ വിശ്രമിക്കുക. അപ്പോൾ ഉണർന്നിരിക്കുന്ന ആൾ ആ സമയം നിസ്കരിക്കുകയാണ്, മുഹാജിർ വിശ്രമിക്കുകയാണ്. മുഹാജിർ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അൻസാരി അബ്ബാദ് ബിൻ ബിശ്ർ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അബ്ബാദ് ബിൻ ബിശ്ർ നിസ്കരിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ശത്രു ഇവരെ തേടി വരികയാണ്. അങ്ങനെ ശത്രു ഈ ഷഅബിൻ്റെ വായ്മുഖത്ത് ഒരാൾ നിസ്കരിക്കുന്ന ആളുടെ രൂപം ഇങ്ങനെ കാണുകയാണ്. നിസ്കരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അന്നഹു റബീഅത്തുൽ ഖൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും പാറാവ് നിൽക്കുന്ന ആളാണ് ഈ നിൽക്കുന്നത് എന്ന്. ഈ ശത്രു ഈ രൂപത്തെ നോക്കിയിട്ട് അമ്പെയ്തു. ഫറമാഉ ബിസഹ്മിൻ ഫവഖഅ ഫീഹി, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദിന് നേരെ ശത്രു അമ്പെയ്തപ്പോൾ ആ അമ്പ് അദ്ദേഹത്തിൽ തറച്ചു. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അബ്ബാദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മേത്ത് തറച്ച അമ്പ് ഫനസഅഹു എന്നാണ്, അത് വലിച്ചൂരി നിസ്കരിക്കുകയാണ്. പക്ഷേ ശത്രു ഒരമ്പ് വലിച്ചൂരിയിട്ടപ്പോൾ അടുത്ത അമ്പെയ്തു, 3ാമതും അമ്പെയ്തു. അപ്പോഴൊക്കെയും അബ്ബാദ് റളിയല്ലാഹു അൻഹു നിസ്കാരം തുടരുന്നു. തന്നിൽ തറച്ച അമ്പ് വലിച്ചൂരി വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ,
ഒരു മുള്ളെടുക്കണ വിഷയമല്ല ഇത്. ശത്രു ശക്തിയിൽ എയ്ത അമ്പ് മേത്ത് തറച്ച് കയറിയപ്പോൾ അത് മേത്ത് നിന്ന് വലിച്ചൂരി വെച്ച് നിസ്കാരം തുടർത്തുകയാണ്. മൂന്നാമതും അമ്പ് എയ്തപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ അബ്ബാദ് വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് റുക്കൂ ചെയ്ത് സുജൂദ് ചെയ്ത് നിസ്കാരം അവസാനിപ്പിച്ചിട്ട് വിളിച്ചു. അപ്പോൾ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അബ്ബാദിനെ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് അല അംബഹ്തനി അവ്വലമറ റമ, അങ്ങേക്ക് എന്നെ ആ ശത്രു ആദ്യം അമ്പ് ചെയ്തപ്പോൾ തന്നെ ഉണർത്തിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അബ്ബാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അതാണ് നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ടത്. എന്താ പറഞ്ഞത്? കുൻതു ഫീ സൂറത്തിൻ അഖ്റഉഹ ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ ഹത്താ ഉൻഫിദഹ. ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സൂറത്ത് ഓതി തീർക്കുന്നത് വരെ അത് മുറിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അമ്പ് ചെയ്തപ്പോൾ ഞാനത് ഊരി വെച്ച് ഓത്ത് തുടർത്തുകയാണ്. സൂറത്ത് ഓതി തീർക്കുന്നത് വരെ ഓത്ത് നിർത്താൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം അറിഞ്ഞപ്പോൾ അങ്ങയെ വിളിക്കാതിരുന്നത് എന്നാണ് അബ്ബാദ് അമ്മാറിനോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അനുബന്ധം പറഞ്ഞു, ഫലൗല അൻ ഉദയ്യ സഗറൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ദിഹി ലഖതഅ നഫ്സി ഹത്ത അഖ്തഅഹ ഔ ഉൻഫിദഹ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കാവൽ നിർത്തിയതാണ്. ഇതിലൂടെ ശത്രു വരരുത് എന്നുള്ളത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യമാണ്. അത് പാഴാക്കപ്പെടും എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവൻ എടുത്താലും ഈ സൂറത്ത് ഞാൻ അവസാനിപ്പിച്ചിട്ടേ ഓതി തീർത്തിട്ടേ ഞാൻ വിരമിക്കൂ എന്ന് അമ്മാർ റളിയല്ലാഹു അൻഹുയോട് പറഞ്ഞു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് ഈ ഒരു മഹിതമായ അവസ്ഥ. ഞാനൊരു സൂറത്ത് ഓതിയായിരുന്നു, അത് തീരുന്നത് വരെ അത് മുറിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. ശത്രു അമ്പയ്യാണ്. ഒന്നെറിഞ്ഞു, രണ്ടെറിഞ്ഞു, മൂന്നെറിഞ്ഞു. ശത്രു ഇനി കടന്നു വരും എന്ന പേടിയുണ്ടായപ്പോഴാണ് അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം അമ്മാറിനെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ സൂറത്ത് ഓതിയിട്ടുണ്ടായിരിക്കുക? അതിൽ എത്രമാത്രം അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടിരിക്കും? എങ്ങനെ അദ്ദേഹം അത് ആസ്വദിച്ചു കൊണ്ടായിരിക്കും ആ പാരായണം നിർവഹിച്ചിട്ടുണ്ടാവുക? അങ്ങനെയായിരുന്നു നമ്മുടെ സച്ചരിതർ ഖുർആൻ പഠിച്ചിരുന്നത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേവലം ഒരു പാരായണ നിർവഹണത്തിലൂടെ അവർ അവസാനിപ്പിച്ചിരുന്നില്ല. ഖുർആൻ പഠിച്ചും അതിലെ വിധികൾ ഗ്രഹിച്ചും ആശയങ്ങളും പൊരുളുകളും ഉൾക്കൊണ്ടും അവർ വിശുദ്ധ ഖുർആനോടൊപ്പം ജീവിച്ചു. അതിനാലാണ് അവരുടെ വിഷയത്തിൽ ഇത്ര മഹിതമായ ചരിത്രങ്ങൾ സഹോദരന്മാരെ നമ്മൾ വായിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ്റെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, മര്യാദകൾ, ഇതൊക്കെ കാന ഖുലുഖുൽ ഖുർആൻ, അതിൻ്റെ ആൾ രൂപമായിരുന്നു. സഹാബികളാണ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നതിനെക്കുറിച്ച്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അവസാനത്തെ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ ആ സൂറത്തിൻ്റെ വിധി എന്ത്, തേട്ടമെന്ത് എന്നത് സഹാബികളോട് പറഞ്ഞ സഹാബികൾ ചെറുപ്രായക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മരണവാർത്ത അറിയിക്കലാണ് എന്ന വിഷയം അദ്ദേഹം ഗ്രഹിച്ചു. അത് കേവലം ഓത്തുകൊണ്ടല്ല, പിന്നെ അതിൻ്റെ പൊരുളും ആശയം അറിഞ്ഞതിനാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇദാ ജാഅ നസ്ർ സൂറ ഇറങ്ങിയതിന് ശേഷം ഈ സൂറത്തിൽ കൽപ്പിച്ചതുപോലെ മക്ക ഫതഹായാൽ, അള്ളാഹുവിൽ നിന്നുള്ള വിജയം വന്നാൽ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ആളുകൾ സംഘങ്ങളായി വന്ന് ദീനിൽ പ്രവേശിക്കുന്നത് കണ്ടാൽ
ഹിജറയുടെ 8 മക്ക ഫതഹായി. 9 ആമുൽ വുഫൂദാണ്, നിവേദക സംഘങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർ, അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റുകൂഇലെല്ലാം സുജൂദിലെല്ലാം സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക് അസ്തഗ്ഫിറുക, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ റുകൂഇലെ ദുആ, സുജൂദിലെ ദുആ. ചില നിവേദനങ്ങളിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അതൂബു ഇലൈഹി, ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എന്നാണ്. വിശുദ്ധ വചനങ്ങൾ ഇറങ്ങിയത് ഉൾക്കൊണ്ട് ഗ്രഹിച്ച് അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞ് അതിനോട് പെരുമാറിയ നമ്മുടെ സച്ചരിതർ, പല ചരിത്രങ്ങളും നമ്മളിവിടെ കേൾക്കേണ്ടായി. നേരത്തെ നമ്മൾ വഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഇ, അതിൻ്റെ ആ വിഷയങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു പണ്ഡിതൻ ആ ആയത്ത് വായിച്ചിട്ട് പറഞ്ഞൊരു വിഷയം, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നടന്നൊരു വിഷയമാണ് മൂസയുടെ ഉമ്മയുടെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ മൂസാക്ക് ജന്മം നൽകുമ്പോൾ അന്നത്തെ സാഹചര്യം, മിസ്റിൻ്റെ സാഹചര്യം ഭയാനകമാണ്. ജനിക്കുന്ന കുഞ്ഞിനെ ആ ഉമ്മയുടെ കൺമുമ്പിലിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ, അറുക്കുക എന്ന് പറഞ്ഞാൽ യുദബ്ബിഹൂന അബ്നാഅഹും എന്നാണ്. ദബ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ? ദബഹ അല്ല, സാധാരണ അറവല്ല. പിന്നെ യുദബ്ബിഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറവ് ക്രൂരമാണ്, അസഹ്യമാണ്. ജന്മം നൽകിയ ഉടനെ ഒരു ഉമ്മൻ്റെ മുന്നിട്ട് കുഞ്ഞിനെ അറക്കുന്ന വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. പക്ഷേ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്താ? വഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി, കുട്ടിക്ക് പാല് കൊടുക്കണം എന്നാണ്. പ്രസവിച്ച ഉടനെ അള്ളാഹിൻ്റെ കാവലിലും സംരക്ഷണത്തിലും ഈ കുഞ്ഞിനെ നദിയിലേക്ക് ഇടുകയാണ്. പടച്ചവൻ്റെ പരിരക്ഷണം സംരക്ഷണമുണ്ട്. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അർദിഇഹി എന്ന് പറഞ്ഞു. ഉമ്മ പാല് കൊടുക്കണം കുട്ടിക്ക് എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം പറഞ്ഞു. പ്രസവിച്ച മാതാവ് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മിഞ്ഞ പകരുന്നതിൻ്റെ പ്രാധാന്യം, അതിനുള്ള അറിയിപ്പ്, അത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഉമ്മക്ക് ബോധനം നൽകിയതിൽ ഒരു ഉമ്മക്ക് അല്ലാഹു നൽകിയ ബോധനമാണ്. അതിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ ഉമ്മമാർ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മിഞ്ഞ പകരുന്നതിൻ്റെ വിഷയം, അതിൽ ഒരു പഠനം ഞാൻ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വായിക്കേണ്ടായി. അതൊക്കെ ഒരു കേവല പാരായണത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല, പിന്നെയോ കൂലങ്കഷമായ പഠനത്തിലൂടെ, വായനയിലൂടെ ലഭിക്കുന്ന വിഷയമാണ്. സാബിത്തുൽ ബുനാനി, അനസ് റളിയല്ലാഹു തആലാൻ്റെ ഏറ്റവും പ്രബല ശിഷ്യനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് കാബത്തുൽ ഖുർആന 20 സന സുമ്മ തമത്തഅതു ബിഹി 20 സന എന്നാണ്. ഖുർആനിൽ ഞാൻ 20 കൊല്ലം വ്യാപൃതനായി, നന്നായി അധ്വാനിച്ചു. അതിനാൽ തന്നെ തുടർന്ന് 20 വർഷം ഖുർആനിൽ ഞാൻ നന്നായി ആസ്വദിച്ചു എന്നാണ്. സാബിത്തുൽ ബുനാനി താബിഈങ്ങളിൽ മുഖ്യൻ പ്രധാനി, അനസ് റളിയല്ലാഹുവിൻ്റെ പ്രബല ശിഷ്യൻ സാബിത്തുൽ ബുനാനി. അദ്ദേഹം ഖുറൈശിയാണ്. ബുനാനി എന്നുള്ളത് ബനാനയിലേക്ക് ചേർത്താണ്. ബനാന ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹിർ ഇബ്നു മാലിക് ഇബ്നു നദർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവ്വപിതാക്കളിലേക്ക് ചേർക്കുന്ന പരമ്പരയിലുള്ള വ്യക്തിയാണ് സാബിത്തുൽ ബുനാനി. അനസ് റളിയല്ലാഹുവിന് ഭയങ്കര മതിപ്പ് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയുടെ താക്കോലുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മഫാത്തിഹ് ലിൽ ഖൈർ, മഗാലിക ലിശ്ശർ, തിന്മക്ക് പൂട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നന്മക്ക് താക്കോല് നിശ്ചയിച്ചതിൽ ഒരു നന്മയുടെ താക്കോലാണ് സാബിത്തുൽ ബുനാനി എന്ന് അനസ് റളിയല്ലാഹു അൻഹു മതിപ്പ് പറയുന്നു. വളരെ ശ്രേഷ്ഠനായ ഒരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ് 20 കൊല്ലം ഖുർആനോട് ഞാൻ മുക്കാബദ, അക്ഷീണ അവിശ്രമ പരിശ്രമം, അധ്വാനം പഠനത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ 20 വർഷം ജീവിച്ചു. അത് ഖുർആൻ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എനിക്ക് സാധ്യമായി എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചരിതർ അവരെങ്ങനെയായിരുന്നു ഖുർആനെ മുഖവിലേക്കെടുത്തത്, ശ്രദ്ധിച്ചത്, പരിഗണിച്ചത്? ധാരാളം ഉദാഹരണങ്ങൾ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ
ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മളോടെല്ലാവരോടും പൊറുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു ഈ വേദിയിലേക്ക് അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു പ്രീതിപ്പെടുമാറാവട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിൽ കൂടിയിരിക്കാൻ കൊതിച്ചിരുന്നവർ, ആഗ്രഹിച്ചിരുന്നവർ പലരും പരലോകയാത്രയിലാണ്. അള്ളാഹു ആ ഖബറിടങ്ങൾ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഈ പ്രായത്തിൽ കാണാനും അനുഭവിക്കാനും ഈ ലോകത്തുണ്ടാകാൻ ഏറ്റവും അർഹരും യോഗ്യരും നമ്മുടെ മാതാപിതാക്കളായിരുന്നു. അവരിൽ പലരും മരണം വരിച്ച് അവരുടെ പരലോകയാത്രയിൽ ഖബറിടങ്ങളിലാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കുരുന്നുകളായിരിക്കെ അവർ നമുക്ക് ഏറെ കാരുണ്യം കനിഞ്ഞു. അള്ളാഹു അതിനേക്കാൾ വലിയ കാരുണ്യം കൊണ്ട് അവരെ പൊതിയുമാറാവട്ടെ. മാതാപിതാക്കളും മക്കളുമായി അവരെയും നമ്മളെയും ഈ ദുനിയാവിൽ കണ്ണി ചേർത്തതുപോലെ സ്വർഗ്ഗത്തിലും അവരോട് കണ്ണി ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് ഇരുലോകത്തും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه البلاد دولة الكويت يمنها وأمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها رخاءها واستقرارها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. പ്രിയമുള്ള സഹോദരങ്ങളെ,